ഹലോ ഫ്രണ്ട്സ്, ഗിഫ്റ്റ് ഓഫ് ഗോഡ് ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ നമ്മൾ ഉരുക്ക് വെളിച്ചെണ്ണ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് കുഞ്ഞുവാവകൾക്ക് തേക്കാൻ വേണ്ടിയിട്ട് ഉരുക്ക് വെളിച്ചെണ്ണ എങ്ങനെ ഉണ്ടാക്കാമെന്ന വീഡിയോ ആണ് ചെയ്യുന്നത് കേട്ടോ. അതിനായിട്ട് നമ്മൾ നല്ല മൂത്ത തേങ്ങ കടയിൽ നിന്ന് വാങ്ങിക്കുക, അല്ലെങ്കിൽ നമ്മൾ വീട്ടിലുണ്ടാവുന്നതാണെങ്കിലും അത് മതി. നല്ല മൂത്ത ഏകദേശം ഒരു 6 തേങ്ങ മതി. 6 തേങ്ങ എടുത്തിട്ട് നന്നായി ചിരണ്ടി എടുക്കുക. അപ്പോൾ കുഞ്ഞുവാവകൾക്ക് എപ്പോഴും നാച്ചുറലായിട്ടുള്ള എണ്ണകളാണ് തേക്കുന്നത് നല്ലത്. നമ്മൾ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കുന്ന എണ്ണയാണെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ അങ്ങനെ സംസാരിച്ചപ്പോൾ ഇന്ന് അത് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് നന്നായി ചിരണ്ടി എടുത്തതിന് ശേഷം മിക്സിയിലിട്ടിട്ട് നല്ല രീതിയിൽ ഒന്ന് അടിച്ചെടുക്കുക. എന്നിട്ട് ക്രഷായിട്ടില്ലെങ്കിൽ വീണ്ടും അത് അടിച്ചിട്ട് അത് എടുത്ത് ഒരു പോണിയിലാക്കി വയ്ക്കുക. എന്നിട്ട് അതിന് ശേഷം അത് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ല വൃത്തിയുള്ളൊരു തോർത്ത് തുണി കെട്ടിയിട്ട് അത് അരിച്ചെടുക്കുക. അരിപ്പ് കൊണ്ട് അരിക്കുകയാണെങ്കിലും അങ്ങനെ മതി. ഇപ്പോൾ തോർത്ത് കൊണ്ട് അരിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല രീതിയിൽ മുഴുവനായി അത് പിഴിഞ്ഞെടുക്കാൻ പറ്റുന്നത് കൊണ്ടാണ് നമ്മളത് തോർത്ത് കൊണ്ട് പിഴിഞ്ഞെടുക്കുന്നത് കേട്ടോ. അരിപ്പ യൂസ് ചെയ്താലും അങ്ങനെ കുഴപ്പമില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ വാവൊന്നൊന്ന് എത്തി നോക്കിയിട്ട് പോയി എന്താണ് ഇവിടെ ചെയ്യുന്നത്, അങ്ങനെയൊക്കെ നോക്കി നിൽക്കുകയായിരുന്നു. പിന്നെ അത് ഒന്നും കൂടി ബാക്കിയുള്ളതും കൂടി മിക്സിയിലിട്ടിട്ട് നന്നായി അരച്ചെടുക്കുക. എന്നിട്ട് കുറച്ച് പാലൊഴിച്ചിട്ട് അരച്ചാൽ മതി കേട്ടോ. ഇപ്പോൾ നമ്മൾ സാധാരണ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ ജലാംശം കൂടുതലായിട്ട് വരുന്നത് കൊണ്ട് നമ്മൾ പിഴിഞ്ഞെടുത്ത പാല് തന്നെ കുറച്ചും കൂടി ഒഴിച്ചിട്ടാണ് അത് അരയ്ക്കാനായിട്ട് കൊണ്ടുപോയത്. പിന്നെ അത് പിഴിഞ്ഞ് പൂണിയിലാക്കി വെക്കുക. അതുപോലെ തന്നെ തോർത്ത് തുണി കൊണ്ട് നല്ല രീതിയിൽ അത് പിഴിഞ്ഞെടുക്കുക. അപ്പോൾ ഒരുപാട് കുട്ടികൾ ഇങ്ങനെ എണ്ണ തേക്കുന്നതിനെ പറ്റി ഇങ്ങനെ ഡോക്ടറിൻ്റെ അടുത്ത് വന്ന് കംപ്ലയിൻറ്റ്സ് ഇങ്ങനെ പറയണ കേട്ടിട്ടുണ്ട്. അതായത് റാഷസ് പൊന്തി അല്ലെങ്കിൽ ഇങ്ങനെ ത്വക്ക് രോഗങ്ങളൊക്കെ വന്നത്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഇങ്ങനെ അവർക്ക് ചില സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവ് ആണല്ലോ. അപ്പോൾ ഏത് എണ്ണ യൂസ് ചെയ്യണമായിരിക്കും ബെറ്റർ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഞങ്ങളെയൊക്കെ കുഞ്ഞിൽ ഉരുക്ക് വെളിച്ചെണ്ണ തേച്ചിട്ടാണ് കുളിപ്പിച്ചേക്കണമെന്ന് മമ്മി പറഞ്ഞു. അപ്പോൾ മമ്മി കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അതൊക്കെ നല്ല രീതിയിൽ ചിരണ്ടി എടുത്തതിന് ശേഷം പാലൊക്കെ പിഴിഞ്ഞെടുത്ത് മമ്മി പറഞ്ഞു കുറച്ച് പ്ലാസ്റ്റിക് കവറുകളിലാക്കിയത് ഫ്രിഡ്ജിൽ വെക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു ഐഡിയ കിട്ടിയില്ല കേട്ടോ, എന്തിനാണ് ഈ പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ട് വെക്കുന്നത്. മമ്മി പറഞ്ഞു അതൊക്കെ ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് മമ്മി ഇങ്ങനെ റബ്ബറിട്ട് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. മമ്മി അത് ചെയ്യുമ്പോഴും എനിക്കത് വലിയ ഐഡിയ കിട്ടിയില്ല, എന്നാലും അതിലെന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാവുമെന്ന് വിചാരിച്ചു. ഫ്രിഡ്ജിൽ വെക്കാനായിട്ട് പാത്രത്തിലെടുത്ത് വെച്ചാൽ മതി. ഇതിന് പകരം ചെറിയ ചെറിയ കവറുകളിലാക്കിയത് കെട്ടി വെക്കുകയാണ്. അപ്പോൾ അത് ഫുള്ളായിട്ട് നമ്മളത് ഏകദേശം ഒരു 5 കവറിലാക്കിയത് കെട്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ് ഇവിടെ അമ്മയും അമ്മാമ്മയും കൂടി ചെയ്യണമെന്നൊക്കെ നോക്കിയിട്ട് വാവ ഇവിടെ നിൽപ്പുണ്ട്. എന്നാലും നമുക്കിത് കാണിക്കണതിൻ്റെ അങ്ങനെ ഓക്കെ. അപ്പോൾ ഇതെല്ലാം ഫ്രിഡ്ജിലാക്കി 6 കവറുകളിലാക്കി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചു. അപ്പോൾ ഇതൊരു ദിവസം ഇരിക്കണം ഫ്രിഡ്ജിൽ, എന്നാലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പം എന്തിനാണെന്ന് നോക്കാമെന്ന് വെച്ചിട്ട് ഒരു ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം എടുത്ത ഒരു രൂപമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്തിനാണ് അങ്ങനെ വെച്ചതെന്ന്. കാരണം സാധാരണ പാത്രത്തിൽ വെക്കുകയാണെങ്കിൽ അത് മുകളിൽ ഇതിൻ്റെ പാല് കട്ടയായിട്ട് വരും, താഴെ അതിൻ്റെ വെള്ളം അടിയും. അങ്ങനെയാണ് ഒരു ദിവസം വെച്ച് കഴിയുമ്പോൾ അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ പാത്രത്തിൽ നിന്ന് ഇങ്ങനെ കോരി എടുക്കുകയാണെങ്കിൽ അത് എന്താണ് കലങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഫുള്ളായിട്ടുള്ളൊരു പാല് നമുക്കത് ലഭിക്കില്ല. അപ്പോൾ ഇങ്ങനെ കവറുകളിലാക്കി വെച്ചിട്ട് താഴെ 2 ഹോൾ ഇതുപോലെ തന്നെ 2 ഹോളിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പാല് മുകളിലായിട്ട് പൊന്തി വരും. അതുപോലെ തന്നെ വെള്ളം താഴെ അടിയണത് ഇതുപോലെ ഫുള്ളായിട്ട് വെള്ളം പോയി നമുക്ക് കിട്ടും. അപ്പോൾ ഒട്ടും തന്നെ പാല് നഷ്ടപ്പെടണില്ല. അത് എല്ലാ കവറുകളിലും അങ്ങനെ തന്നെ ചെയ്തപ്പോൾ ആണ് എനിക്ക് മനസ്സിലായത് വെള്ളം 2 രീതിയിൽ അത് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ കുറച്ചും കൂടി പാത്രത്തിൽ വെക്കണതിൽ എളുപ്പം ഇതായിരിക്കും എന്ന് മനസ്സിലായി. അപ്പോൾ ചെറിയ ചെറിയ ഐഡിയാസൊക്കെ മമ്മി ഇങ്ങനെ പറഞ്ഞു തരുമ്പോൾ നമ്മൾ അതൊക്കെ നോക്കി പഠിക്കുന്നു. ഭാവിയിൽ അതൊക്കെ ഉണ്ടാക്കാനുള്ളതാണല്ലോ. അപ്പോൾ നമ്മുടെ പാരൻസ് ആയാലും നമുക്ക് കുറേ കാര്യങ്ങൾ ചെറിയ ചെറിയ ഐഡിയാസും ട്രിക്സൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരും. അപ്പോൾ നമ്മളതൊക്കെ നോക്കി പിന്നീട് നമ്മളത് ചെയ്ത് നോക്കുമ്പോൾ ഭയങ്കര ഇത് നല്ല ഉപകാരപ്രദമാണെന്ന് നമുക്ക് പിന്നീട് തോന്നും. അപ്പോൾ എല്ലാ പ്ലാസ്റ്റിക് കവറിൽ നിന്നും അത് എടുത്തിട്ട് ഒരു എണ്ണ ഉരുക്കാനായിട്ട് ഒരു ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഉടച്ചു കൊടുക്കുക.
ഉടച്ച് നന്നായി മിക്സ് ചെയ്ത് ഇതിൻ്റെ ഫുള്ളായിട്ട് അത് ഈ ഒരു രൂപത്തിൽ കിട്ടും. ഇപ്പം ഏകദേശം എല്ലാനും മിക്സ് ആയിട്ടുണ്ട്. ഇനി അത് നമുക്ക് അടുപ്പത്ത് വെച്ച് ചൂടാക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ച് ഗ്യാസ് കത്തിച്ചതിന് ശേഷം നമുക്കത് മനസ്സിലാവും ചെറുതായിട്ട് തള വന്ന് തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക, അടുക്കി പിടിക്കാത്ത രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് നോക്കുക. കൈയൊന്നും ചട്ടിയിൽ കൊണ്ട് പൊള്ളരുതിട്ട്. അത് കാരണം ഇപ്പോൾ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് മരത്തിൻ്റെ സ്പൂണാണ് എടുത്തേക്കണം. മരത്തിൻ്റെ സ്പൂൺ പപ്പ തന്നെയാണ് മേക്ക് ചെയ്യണത്. പപ്പ മരപ്പണി ആയതുകൊണ്ട് പപ്പയ്ക്ക് അത് വീട്ടിൽ ഇപ്പോൾ എല്ലാ സാധനങ്ങളും പപ്പ തന്നെയാണ് നിർമ്മിക്കണം. അതുകൊണ്ട് സ്പൂണിനൊന്നും ഒരു ക്ഷാമമില്ല. ഏത് ഷേപ്പിൽ വേണമെങ്കിലും സ്പൂണുകളൊക്കെ ഓക്കെയാണ്. അപ്പോൾ അത് നിങ്ങൾക്കത് കാണാൻ പറ്റും. വെളിച്ചെണ്ണ വെളിച്ചെണ്ണയും ഇതും സെപ്പറേറ്റ് ആവണം, തെളിഞ്ഞ് വരുന്നത് കാണാം വെളിച്ചെണ്ണ. കണ്ടോ, ഇപ്പം നേരത്തെ രൂപത്തിൽ നിന്ന് കുറച്ചും കൂടി മാറി വെളിച്ചെണ്ണ ആയിട്ട് വരുന്നുണ്ട്. കണ്ടോ, അതിൻ്റെ ഇടയിൽ മമ്മി സ്പൂണുകളൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്. പല രൂപത്തിലുള്ള സ്പൂണുകളുണ്ടെന്ന് പറഞ്ഞതിനിപ്പോൾ. ഓക്കെ, അപ്പോൾ ഇത് ഏകദേശം ഇങ്ങനെ ഒരു കുഴമ്പ് രൂപത്തിൽ നിന്ന് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വെളിച്ചെണ്ണ സെപ്പറേറ്റ് ചെയ്ത് വരുന്ന പ്രോസസ്സ്. ഇത് കുറച്ച് സമയം എടുക്കും കേട്ടോ. അതായത് ഒരു 45 മിനിറ്റ്സ് എങ്കിലും എടുക്കും. ഞാൻ കണ്ട ഈ രൂപം മാറിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം പോപ്കോണൊക്കെ ഇങ്ങനെ വെളിച്ചെണ്ണയിലിട്ട് വറക്കൂലേ, അത് ആ ഒരു രൂപമായി ഇപ്പോൾ. അതിൻ്റെ ഇടയിൽ അപ്പുറം ചിക്കൻ കറി വറക്കണതിൻ്റെ ഇടയിൽ ക്യാമറയും കൊണ്ട് പോവുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു ഇതിൽ ഫോക്കസ് ചെയ്യും, ചിക്കൻ കറി നമുക്ക് പിന്നെ കാണിക്കാം. അങ്ങനെ നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. ഒരു 45 മിനിറ്റ്സ് എടുക്കും ഇതൊന്ന് തിരിഞ്ഞ് വരാനായിട്ട്, വെളിച്ചെണ്ണയും അതിൻ്റെ പിശറും തമ്മിൽ തിരിഞ്ഞ് വരാൻ. ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഏകദേശം വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക, അടുക്കി പിടിക്കാത്ത രീതിയിൽ. ഇപ്പോൾ ഒരു ചെറിയൊരു ബ്രൗണിഷ് കളറായിട്ട് വരുന്നുണ്ട്. നല്ല രീതിയിൽ ഒരു തിളച്ച് വരുന്നുണ്ട് കേട്ടോ വെളിച്ചെണ്ണ. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പോൾ കുറച്ചും കൂടി ഡാർക്കിഷ് കളറായി. ഈ ഏകദേശം ഇങ്ങനെ കരിഞ്ഞു പോകാത്ത രീതിയിൽ വേണം, ആ ഒരു പരുവായിട്ട് എടുക്കണം കേട്ടോ. അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഇങ്ങനെ കറുത്തൊരു ഡാർക്കായിട്ടുള്ളൊരു കളറായി പോകും. അപ്പോൾ ഏകദേശം ഒരു പാകമാകുമ്പോൾ അത് മനസ്സിലാകും നമുക്ക്. ഇതാണ് ഏകദേശം ഒരു പാകമായിട്ടുള്ളൊരു കളറാണിത്. എന്നാലും നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ രണ്ടും രണ്ട് രീതിയിൽ നല്ല രീതിയിൽ തിരിഞ്ഞ് വന്നിട്ടുണ്ട്. അതൊരു ചെറിയൊരു പോണിലേക്ക് അത് മാറ്റാം. നമ്മൾ കേട്ടിട്ടില്ലേ, പിണ്ണാക്കെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ, വെളിച്ചെണ്ണയെന്ന് തിരിച്ചെടുക്കണത്, അങ്ങനെ പറയോട്ടെ ഇതിന്. അപ്പോൾ വെളിച്ചെണ്ണയും ഇതും സെപ്പറേറ്റ് ചെയ്ത് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഒരുവിധം അതിൽ നിന്ന് കോരിയെടുത്ത് കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ നമുക്കത് അരിപ്പ കൊണ്ട് അരിക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. ഏകദേശം കഴിയാനായിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം കേട്ടോ, നല്ലൊരു സ്വർണ്ണ കളറിലാണ് വെളിച്ചെണ്ണ വരുന്നത്. അത് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഇതൊക്കെ ഇത്രയും ചെയ്ത് കഴിഞ്ഞ് വെളിച്ചെണ്ണ കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നും. കണ്ടോ, നിങ്ങൾക്കിപ്പോൾ കാണാം നല്ലൊരു സ്വർണ്ണ കളറിലാണ് വെളിച്ചെണ്ണ നിൽക്കുന്നത്. അപ്പോൾ ഇതാണ് അതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് എടുത്തതിൻ്റെ ഒരു രൂപം. അപ്പോൾ എന്നിട്ട് അതൊരു അരിപ്പയുണ്ട്, വേറൊരു നല്ലൊരു പാത്രത്തിലേക്ക് അത് ഫുള്ളായിട്ട് അരിച്ചെടുക്കുക. അപ്പോൾ ഒരു ഒന്നും കിടക്കരുത്. കുഞ്ഞുങ്ങളുടെ സ്കിന്നിൽ ഉറച്ചിലൊന്നും വീഴാതിരിക്കാൻ വേണ്ടി എല്ലാം ഫുള്ളായിട്ട് അരിച്ചെടുക്കും. അപ്പോൾ ഇതാണ് ഫൈനലായിട്ടുള്ളൊരു ലുക്ക്. സ്വർണ്ണ കളറിലുള്ള വെളിച്ചെണ്ണ ഇത് റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ ഓക്കെ, ടാറ്റ, ബൈ.